നമ്മുടെ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് ഇന്ന് ശക്തമായ ഭാഷയിൽ എറണാകുളം അതിരൂപത എന്നല്ല സീറോ മലബാർ സഭയിൽ മുഴുവൻ വായിക്കുന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധ കന്യകാമറിയം ദൈവമാതാവും നിത്യകന്യകയും അമലോത്ഭവയും സ്വർഗാരോപിതയുമാണ് എന്നതാണ് ആ വിശ്വാസ സത്യങ്ങൾ. നമ്മുടെ സഭയുടെ 4 അടിസ്ഥാന വിശ്വാസ സത്യങ്ങളാണ്. മറിയത്തെ പറ്റിയുള്ള പഠനങ്ങളുടെ 4 പ്രമാണങ്ങളാണ്. അതിൽ ഒരു മാറ്റം ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ പരിശുദ്ധ മാതാവ് സഹരക്ഷകയാണ് എന്ന് കത്തോലിക്കാ സഭ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭയുടെ തലവൻ ഇന്ന് ഈ സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ അങ്ങനെ ഒരു പഠനം ഒരിക്കലും നടത്തിയിട്ടില്ല. എന്നാൽ പരിശുദ്ധ മാർപ്പാപ്പയോട് പലരും ഇതാവശ്യപ്പെട്ടു, ഇങ്ങനെ പ്രഖ്യാപിക്കണം. മാതാവ് സ്വർഗാരോപിയാണെന്ന് പ്രഖ്യാപിച്ചതുപോലെ, മാതാവ് അമലോത്ഭവയാണെന്ന് പ്രഖ്യാപിച്ചതുപോലെ, മാതാവ് കോ റിഡംട്രിക്സ് സഹരക്ഷകയാണെന്ന് പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുണ്ടായി. അപ്പോൾ നമ്മുടെ പല മാർപ്പാപ്പമാരെ നിഷേധിച്ചു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, അദ്ദേഹം വിശ്വാസ തിരുസംഘത്തിൻ്റെ പ്രീഫെക്റ്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അതിനൊക്കെ ഡിനൈ ചെയ്തതാണ്. ഒരു മാർപ്പാപ്പമാർ പറഞ്ഞിട്ടും പഠിപ്പിച്ചു. പക്ഷെ ഈ രേഖ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാരെല്ലാം കത്തോലിക്ക തിരുസഭയ്ക്കെതിരെ ഉറഞ്ഞു തുള്ളുകയാണ്. ഇപ്പോഴുള്ള വീഡിയോകളിലെല്ലാം പറയുന്നത് മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി, പണ്ട് തെറ്റുപറ്റി, ഇപ്പോൾ മാർപ്പാപ്പ തെറ്റ് തിരുത്തി. മാർപ്പാപ്പ പണ്ട് കത്തോലിക്ക സഭ വിശ്വസിച്ചിരുന്നു മറിയം കോ റിഡംട്രിക്സ് സഹരക്ഷയാണെന്ന് വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ മാർപ്പാപ്പ അത് മാറ്റി. അങ്ങനെ നുണ പറഞ്ഞ് സ്വന്തമായിട്ട് സ്ഥാപിച്ച സഭകളെ സംരക്ഷിക്കാനും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. കൂടുതൽ പേരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. കത്തോലിക്ക സഭയിലുണ്ടാകുന്ന കൺഫ്യൂഷനാണ് ഇവരുടെ എല്ലാം വളം. പുതിയ സഭകൾ രൂപീകരിക്കാനും പാസ്റ്റർമാർക്ക് ഉപജീവനത്തിനുള്ള വളം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലുള്ള ആടുകളെ അവർക്ക് ഇടർച്ച ഉണ്ടാക്കുക എന്നാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കാലാകാലങ്ങളിൽ പാസ്റ്റർമാരും പ്രൊട്ടസ്റ്റന്റ് സഭകളും അത് ചെയ്തതാണ്. പ്രൊട്ടസ്റ്റന്റ് സഭ സ്ഥാപിച്ച മാർട്ടിൻ ലൂതർ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. മാതാവ് അമലോത്ഭവയാണ്, സ്വർഗാരോപിതയാണ്, ദൈവമാതാവാണെന്ന് ഉറച്ചു വിശ്വസിച്ച വ്യക്തിയായിരുന്നു മാർട്ടിൻ ലൂതർ. എന്നാൽ അദ്ദേഹത്തിന് ശേഷം വന്ന പ്രൊട്ടസ്റ്റന്റ് നവീകരണവാദികൾ അത് മാറ്റി വെള്ളം ചേർത്ത് മാതാവിനെതിരെ എങ്ങനെയാക്കി. ഇപ്പോൾ നാം മനസ്സിലാക്കാൻ നമ്മുടെ സഭയുടെ ഒരു ഗതികേടെന്ന് പറയുന്നത് ഈ അവസരം മുതലാക്കി. ഇപ്പോൾ നമ്മുടെ സഭയിൽ കുർബാനക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി ഉണ്ടായി. ഇപ്പോൾ ആ പ്രതിസന്ധി മാറി. നമ്മുടെ പള്ളിയിൽ പോലും പലരും സിനഡ് കുർബാന എന്ന് വിളിക്കുന്ന ഏകീകൃത കുർബാനയുണ്ട്. മുറിവുകൾ ഉണങ്ങി. നമ്മുടെ സഭയിൽ ആ പ്രശ്നം തീർന്നു. പക്ഷെ ആ പ്രശ്നത്തെ മുതലാക്കി നമ്മുടെ തിരുസഭയിൽ സീറോ മലബാർ സഭയിൽ പണ്ട് നമ്മുടെ പിതാക്കന്മാർ ശക്തമായി മാറ്റിവെച്ചിരുന്ന ഈ നെസ്തോറിയൻ പാഷണ്ഡത അത് പതുക്കെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായി കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധയിൽ വന്നത്. മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കരുതെന്ന് വാശിയോടെ സീറോ മലബാർ സഭയുടെ സംരക്ഷകരെന്ന് പറയുന്നവര് ഇറങ്ങിത്തിരിച്ച്. ഇതിനെപ്പറ്റി നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നമുക്ക് പറ്റാവേണ്ട വലിയൊരു വിവേകമാണത്. സഭയിൽ പ്രശ്നമുണ്ട്, നമ്മളത് പരിഹരിക്കുന്നു. അത് നമ്മുടെ മനസ്സിന്റെ വേദനയാണ്, ദുഃഖമാണ്. നമ്മുടെ പള്ളിയിൽ പോലും അതിനനുസരിച്ച് സിനഡ് കുർബാന ചെല്ലുന്നു. സിനഡ് അംഗീകരിച്ച സമവായക്രമം നാം പാലിക്കുന്നു. മെത്രാപ്പോലിത്തെ നാം അനുസരിക്കുന്നു. മെത്രാപ്പോലിത്തം വികാരിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നാം പോകുന്നു. പക്ഷേ ഈ പ്രശ്നം തീരരുതെന്ന് ആഗ്രഹമുള്ള ചിലര് ഇതിൻ്റെ ഇടയിൽ, ഈ കലാപത്തിൻ്റെ ഇടയിൽ കൊലപാതകം നടത്തുന്ന ബറാബാസിനെ പോലെ, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ ചിലരൊരു ശ്രമം നടത്തിയാണ് മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കരുത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മറിയത്തെ എന്തുകൊണ്ട് സഭ ദൈവമാതാവെന്ന് വിളിക്കുന്നു എന്ന് പറയേണ്ടേ. നമ്മുടെ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് ഇന്ന് ശക്തമായ ഭാഷയിൽ എറണാകുളം അതിരൂപത എന്നല്ല സീറോ മലബാർ സഭയിൽ മുഴുവൻ വായിക്കുന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധ കന്യകാമറിയം ദൈവമാതാവും നിത്യകന്യകയും അമലോത്ഭവയും സ്വർഗാരോപിതയുമാണ് എന്നതാണ് ആ വിശ്വാസ സത്യങ്ങൾ. നമ്മുടെ സഭയുടെ 4 അടിസ്ഥാന വിശ്വാസ സത്യങ്ങളാണ്.
മറിയത്തെ പറ്റിയുള്ള പഠനങ്ങളുടെ 4 പ്രമാണങ്ങളാണ്. ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ആദ്യ നൂറ്റാണ്ട് നമ്മുടെ സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ രക്തസാക്ഷികളായിരുന്ന അന്നത്തെ സഭാപിതാക്കന്മാർ ഗുഹകളിലും എല്ലായിടത്തും കിടന്ന് ക്രിസ്തുമത പീഡനത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആ വിശുദ്ധരായ സഭാപിതാക്കന്മാർ നിക്യാ സൂനകദോസിൽ ഒരുമിച്ച് കൂടി. അത് AD 325 കൂടിയ സൂനകദോസാണ്. അതിൽ ഒരു വ്യക്തിയെ ശപിച്ച് തള്ളാനാണ് നമ്മുടെ പിതാക്കന്മാർ കൂടിയത്. ആരിയൂസിന്റെ പാഷണ്ഡത ഇന്ന് യഹോവ സാക്ഷികൾ പിന്തുടരുന്ന പല സ്ഥലങ്ങളിലുമുള്ള ഒരു പാഷണ്ഡതയുണ്ട്. എന്താണത്? അവർ വിശ്വസിക്കും പിതാവായ ദൈവം മാത്രമേ ദൈവമായിട്ടുള്ളൂ. അതിലും താഴെ ഒരു ചെറിയ ദൈവം, പുത്രനായ ദൈവം, പൂർണ്ണ ദൈവമല്ല. അതിൻ്റെ കീഴെ പരിശുദ്ധാത്മാവ് ദൈവമല്ല, ഒരു മാലാഖ പോലെ എന്തോ ആണ്. കൃത്യമായ ഉത്തരമില്ല അവർക്ക്. ത്രിത്വത്തെ നിഷേധിച്ചു. ഏകദൈവം, അതിൽ തുല്യരായ 3 വ്യക്തികൾ, പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം, അതിനെ നിഷേധിച്ചു. ആ ആരിയൂസിനെ സഭ ശപിച്ച് തള്ളി പുറത്താക്കി. അന്നത്തെ വിശുദ്ധരായ പിതാക്കന്മാരെല്ലാം ആരിയൂസിനെതിരെ തിരിഞ്ഞു. പക്ഷെ ആരിയൂസ് പാഷണ്ഡത നിന്നുപോയില്ല. അത് പതുക്കെ നിലനിന്ന് ചിലരില്. അതാണ് നെസ്തോറിയൻ പാഷണ്ഡതയായിട്ട് പിന്നീട് വന്നത്. നെസ്തോറിയസ് ഈ താല്പര്യമെടുത്തു. ഉടനെ നമ്മുടെ പിതാക്കന്മാര്, വിശുദ്ധരായ പിതാക്കന്മാർ വീണ്ടും കൂടി എഫേസോസ് സൂനകദോസ് നടന്നു. എഫേസോസ് സൂനകദോസിൽ ഈ വിശുദ്ധ പിതാക്കന്മാർ എല്ലാവരും കൂടി തീരുമാനിച്ചു, പരിശുദ്ധ മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കണം. അന്നാണ് നമ്മുടെ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ ഒന്നായിട്ട് മാറി. മറിയം ദൈവത്തിന്റെ അമ്മയാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവം സൃഷ്ടിക്കപ്പെടാത്തവനാണ്. ദൈവത്തിന് ആദ്യമില്ല, അവസാനമില്ല. അവന് ഒരു അമ്മയില്ല, അത് സത്യമാണ്. പക്ഷെ പുത്രനായ ദൈവത്തിന്റെ അമ്മയായി മാറിയതുകൊണ്ട്, പുത്രനായ ദൈവത്തിന്റെ അമ്മ എന്ന് പറയുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് ദൈവമാതാവ് എന്ന വിളി. അതൊരു ടൈറ്റിലാണ്. കാരണം എവിടെ പുത്രനുണ്ടോ അവിടെ പിതാവുണ്ട്, എവിടെ പുത്രനുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. ഈ 3 ദൈവങ്ങളെ 3 വ്യക്തികളായിട്ട് തിരിക്കാൻ പറ്റുകയില്ല. അത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, ഒന്നിച്ച് സത്തയിൽ ഒന്നായി ചേർന്നിരിക്കുന്നതാണ്. അത് വെച്ചിട്ട് സൃഷ്ടിയായ ദൈവം സൃഷ്ടിച്ച മറിയത്തിന് നാം കൊടുത്ത പേരാണ്, സഭ കൊടുത്ത വിളിയാണ് ദൈവമാതാവ്. ബൈബിളിൽ ഏലീശാ പുണ്യവതിയിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ബൈബിളിൽ കിടക്കുന്നതാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ. അതിനെപ്പറ്റിയുള്ള വ്യാഖ്യാനം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച തന്നു, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഈ മറിയത്തെ അഭിസംബോധന ചെയ്തതാണ്. അത് ബൈബിൾ അധിഷ്ഠിതമാണ് ആ വിശ്വാസം. പക്ഷേ നെസ്തോറിയസ് പിന്നീട് അതിന് എതിരായിട്ട് ആ പാഷണ്ഡത നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ചിലരിപ്പോൾ പറയുകയാണ്, മറിയത്ത് ദൈവത്തിൻ്റെ മാതാവെന്ന് വിളിച്ചാൽ ദൈവം മറിയത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന്. എല്ലാവർക്കും അറിയാം, അടിസ്ഥാന കത്തോലിക്കർക്ക് എല്ലാവർക്കും അറിയാം അതങ്ങനെയല്ല. ദൈവം ജനിച്ചത് മറിയത്തിൽ നിന്നല്ല. പക്ഷെ പുത്രനായ ദൈവം മറിയത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അവളെ ദൈവമാതാവെന്ന് നാം വിളിക്കുന്നു. കാൽസിഡോണിയൻ സൂനകദോസും എഫേസോസ് സൂനകദോസും ശപിച്ച് തള്ളി നമ്മുടെ സഭയിൽ നിന്നും പുറത്താക്കിയ നെസ്തോറിയസിനെ വെള്ളപൂശി നമ്മുടെ സഭയിലേക്ക് വീണ്ടും വലിയ സ്വീകരണം കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറിയിരിക്കുന്നു. ഈ പ്രതിസന്ധിയിൽ നുഴഞ്ഞു കയറുന്ന, സഭയിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിസന്ധിയിൽ നുഴഞ്ഞു കയറുന്ന നെസ്തോറിയൻ പാഷണ്ഡതയെപ്പറ്റി നാം ജാഗ്രത പാലിച്ചോളണം. സഭയുടെ ഒരു സൂനകദോസും, സഭയിൽ ഒരു പിതാക്കന്മാരും ഒരു മാർപ്പാപ്പയും നെസ്തോറിയസിന്റെ ശാപമോക്ഷം കൊടുത്ത് നമ്മുടെ സഭയിൽ അംഗമാക്കിയിട്ടില്ല. ഇതറിഞ്ഞിരുന്നു കൊള്ളുക. അപ്പോൾ നാം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി, പന്തക്കുസ്തക്കാരനും പ്രൊട്ടസ്റ്റന്റുകാരനും ഉപജീവനത്തിന് വേണ്ടി കത്തോലിക്ക സഭയെ അതിക്രമിക്കുന്നത് മനസ്സിലാക്കാം. എന്നാൽ സഭയുടെ കൂടെ നിന്ന്, അകത്ത് നിന്ന് സഭയ്ക്ക് ഭിന്നത സൃഷ്ടിക്കുന്നവരെ, സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണത്തിൽ സംസാരിക്കുന്നവരെ പറ്റി നാം ജാഗ്രത പാലിക്കണം. നമ്മുടെ വിശുദ്ധ കുർബാന, സീറോ മലബാർ സഭയുടെ കുർബാനയെ പറയും, ദൈവമാതാവാം കന്യാമേരിയെ ദൈവമാതാവെന്ന് നമ്മൾ വിളിക്കണം മറിയത്തെ. ദൈവമാതാവ് അത് നമ്മുടെ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിലുള്ളതാണ്. ഇന്ന് നമ്മുടെ സീറോ മലബാർ സഭയുടെ മേലധ്യക്ഷൻ അഭിയന്ത പിതാവ് പറയുന്നതാണ്. സാധാരണ എല്ലാ ഇടയലേഖനവും വായിക്കുമ്പോൾ കുറേ
എറണാകുളം അതിരൂപതയ്ക്ക് എതിരെയുള്ള കുറേ ചെറിയ പരാമർശങ്ങളും നമുക്കെല്ലാം മനസ്സിന് വിഷമമുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ ഇടയലേഖനത്തിന് ഞാൻ അഭിമന്യ പിതാവിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് വളരെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന പരമപ്രധാനമായ ഒരു ചോദ്യത്തിന് ഉത്തരം പിതാവ് തന്നിരിക്കുകയാണ്. ഈ ഇടയലേഖനം നമ്മുടെ മനസ്സിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.